ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും അവസാനത്തെ മൊഡ്യൂള് BBA രണ്ട് പ്രധാനപ്പെട്ട കൺസെപ്റ്റ് അതിൽ പഠിക്കാനുള്ളത്. ഒന്ന് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്നുള്ള കൺസെപ്റ്റ്, അടുത്ത ആക്ടിവിറ്റി ബേസ് കോസ്റ്റിംഗ് എന്നുള്ള കൺസെപ്റ്റ്. അപ്പൊ ആദ്യം റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് നോക്കാം. എന്താണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്? റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് അത് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം ആണ്. ബഡ്ജറ്ററി കൺട്രോള്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, അങ്ങനെയുള്ള ടെക്നിക്സിന്റെ കൂടെ തന്നെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ടെക്നിക്ക്. ഇവിടെ ഓർഗനൈസേഷനെ പല പല റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഓരോ സെന്ററിന്റെയും കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി ഒരു മാനേജർ അധികാരപ്പെടുത്തും. അപ്പൊ ഈ സ്ഥാപനത്തെ വ്യത്യസ്ത സെന്റേഴ്സ്, അതിനെ വിളിക്കുക റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് എന്നാണ്. അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം. ആ റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കോസ്റ്റ് സെന്റർ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് സെന്റർ ആയിരിക്കാം. ഈ കോസ്റ്റ് സെന്റർ എന്ന് വെച്ചാൽ അവിടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, പ്രോഫിറ്റ് സെന്റർ എന്ന് വെച്ചാൽ അവിടെ പ്രോഫിറ്റ് കൂട്ടുക, അതായിരിക്കും ലക്ഷ്യം. ആ ഒരു ഉത്തരവാദിത്തം ഒരു കീ മാനേജർ പേഴ്സണിനെ ഏൽപ്പിക്കുകയാണ്. അത് നോക്കുക, അവിടെ PPT കാണാൻ പറ്റണം നിങ്ങൾക്ക് ഏതൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് എന്ന്. കോസ്റ്റ് സെന്റർ ആവാം, അല്ലെങ്കിൽ റവന്യൂ സെന്റർ ആവാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് സെന്റർ ആവാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സെന്റർ ആവാം. ഈ കോസ്റ്റ് സെന്റർ എന്ന് വെച്ചാൽ അവിടെ കോസ്റ്റ് വരുന്ന ഒരു സ്ഥലം, സ്ഥാപനത്തിന്റെ ഒരു പെർട്ടിക്കുലർ സെഗ്മെന്റ്, അവിടെ ഇൻപുട്ടാണ് ഉപയോഗിക്കുന്ന ഇൻപുട്ട് പ്രോസസ്സിലേക്ക് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ കോസ്റ്റ് സെന്റർ. അവിടെ ഉപയോഗിക്കുന്ന ഇൻപുട്ട്, അത് അതിനെന്ത് ചെലവ് വന്നു എന്ന കാര്യമാണ് അവിടെ മെഷർ ചെയ്യുന്നത്. അപ്പൊ ഒരു മാനേജർക്ക് അതിന്റെ ചുമതല കൊടുക്കുകയാണ്. ആ കോസ്റ്റ് വരുന്ന സ്ഥാപനത്തിന്റെ ആ സെഗ്മെന്റിന്റെ ചുമതല ഒരു മാനേജർക്ക് കൊടുക്കുകയാണ്. ആ മാനേജറാണ് അതിന്റെ ഉത്തരവാദി. അവിടെ കോസ്റ്റ് കൂടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ആ മാനേജർ ചെയ്യണം. അപ്പൊ അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോ അടുത്തൊരു റെസ്പോൺസിബിലിറ്റി സെന്റർ റവന്യൂ സെന്റർ ആണ്. അവിടെ കോസ്റ്റ് അല്ല വരുന്നത്, അവിടെ സെയിൽസ് ഉണ്ടാവുന്ന സ്ഥലമാണ്. നമ്മുടെ ഓർഗനൈസേഷന്റെ സെഗ്മെന്റ് ആണ്, അവിടെ സെയിൽസ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ അവിടെ അതിന്റെ ഒരു ചുമതല ഒരു മാനേജർക്ക് കൊടുക്കുകയാണ്. അപ്പൊ അവിടെ റവന്യൂ കൂട്ടുക, സെയിൽസ് കൂട്ടുക എന്നായിരിക്കും ആ മാനേജർ ലക്ഷ്യം. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എക്സാമ്പിൾ. സ്ഥാപനത്തെ ഇങ്ങനെ വ്യത്യസ്ത റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് ആക്കി മാറ്റുന്ന സിസ്റ്റമാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. അടുത്ത് പ്രോഫിറ്റ് സെന്റർ. അവിടെ എങ്ങനെയാ വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രോഫിറ്റ് വരും. അതൊരു പ്രൊഡക്റ്റ് സെഗ്മെന്റ്, പ്രൊഡക്റ്റ് ലൈൻ ആയിരിക്കാം. അവിടെ കോസ്റ്റും ഉണ്ട്, റവന്യൂ ഉണ്ട്. അവിടെ ചെലവും വരും, അതുപോലെ തന്നെ ഈ റവന്യൂ ഉണ്ടാവും. അപ്പൊ ഈ റവന്യൂ കൂട്ടിയിട്ട് ചെലവ് റെഡ്യൂസ് ചെയ്താൽ പ്രോഫിറ്റ് കൂടും. അപ്പൊ അതിന്റെ ചുമതല സ്ഥാപനത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഫിറ്റ് സെന്റേഴ്സ് ആക്കി മാറ്റും. ഓരോ പ്രോഫിറ്റ് സെന്ററിന്റെയും ചുമതല ഒരു മാനേജറെ ഏൽപ്പിക്കും. ആ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുക, അതാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ട് എന്ന് വെച്ചാൽ. അടുത്ത ഇൻവെസ്റ്റ്മെന്റ് സെന്റർ. അവിടെ അസറ്റ് ഉപയോഗിക്കുകയാണ്, ഇൻവെസ്റ്റ്മെന്റ് ഉപയോഗിക്കുകയാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഈ അസറ്റ് ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്താലാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ചുമതലയും ഒരു മാനേജർ ഏൽപ്പിക്കും. അപ്പൊ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് ആണ് ഉള്ളത്, നമുക്ക് കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇനി നോക്കാനുള്ള ഈ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് അതൊരു പ്രോസസ്സാണ്. അപ്പൊ അതിൽ ഏതൊക്കെ സ്റ്റെപ്പ് ഉണ്ടെന്ന്. ഒന്നാമത്തെ കാര്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ് ഏതൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യുക. ഏറ്റവും ആദ്യം 4 തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് ഉണ്ട്. ആ 4 തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. മറ്റേ ഓർഗനൈസേഷനെ പല പല സെഗ്മെന്റ് ആക്കി മാറ്റും. ഓരോ സെഗ്മെന്റിന്റെ ചുമതല ഓരോ വ്യക്തിയെ ഏൽപ്പിക്കും. അയാളാണ് ആ സെഗ്മെന്റായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അസറ്റ് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂട്ടുക, അല്ലെങ്കിൽ സെയിൽസ് കൂട്ടുക. അതിന്റെ ഒക്കെ ചുമതല അയാളെ വഹിക്കുന്നത്. ഏറ്റവും ആദ്യം റെസ്പോൺസിബിലിറ്റി സെന്റർ ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമത്തെ കാര്യം ഓരോ റെസ്പോൺസിബിലിറ്റി സെന്ററിന് ഒരു ടാർഗറ്റ് കൊടുക്കുക. ഇപ്പൊ കോസ്റ്റ് സെന്റർ ആണെച്ചാൽ ഇങ്ങനെ പോലെ വേണം കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ. പ്രോഫിറ്റ് സെന്റർ ആണെച്ചാൽ ഇങ്ങനെ പോലെ പ്രോഫിറ്റ് ഉണ്ടാവണം, ഒരു ടാർഗറ്റ് കൊടുക്കുക. ഈ റവന്യൂ സെന്റർ ആണെച്ചാൽ ഇത്ര കണ്ട് സെയിൽസ് ഉണ്ടാവണം, ആ ടാർഗറ്റ് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുക, അത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുക, ആക്ച്വൽ പെർഫോമൻസ് കണ്ടുപിടിക്കുക. 4ാം സ്റ്റെപ്പ് ഈ ആക്ച്വൽ പെർഫോമൻസിനെ ടാർഗറ്റ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു, വേരിയൻസ് വല്ലതും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക. ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് ഈ കറക്റ്റീവ് മെഷേഴ്സ്, വേരിയൻസ് വന്നാൽ എന്തുകൊണ്ട് വേരിയൻസ് വന്നു എന്ന് ആലോചിച്ചിട്ട് ഫ്യൂച്ചറിലെ വേരിയൻസ് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. ഓക്കെ കേട്ടോ. ഇനി അടുത്ത് പഠിക്കാനുള്ള ആക്ടിവിറ്റി ബേസ് കോസ്റ്റിംഗ്.
എന്താണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. സാധാരണ കോസ്റ്റിംഗ് ആയിട്ട് സാധാരണ കോസ്റ്റിംഗ് വിളിക്കുക, ട്രഡീഷണൽ കോസ്റ്റിംഗ് എന്നാണ് വിളിക്കുക. ഇവിടെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ട്രഡീഷണൽ കോസ്റ്റിംഗ് പോലുള്ള വ്യത്യാസമുള്ള കോസ്റ്റിംഗ് ആണ്. അവിടെ കോസ്റ്റിങ്ങിന് ഏറ്റവും ആദ്യം തന്നെ ഈ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് കോസ്റ്റ് ഷീറ്റ് ആണ്. അപ്പോ ഈ ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും ആണ് കോസ്റ്റ് ഷീറ്റിൽ കാണിക്കുക. ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ കോസ്റ്റ് ഷീറ്റ് വരച്ചിട്ട് ടോട്ടൽ കോസ്റ്റിന്റെ കൂടെ പ്രോഫിറ്റ് കൂട്ടിയാണ് പ്രൈസ് കണ്ടുപിടിക്കുക. അപ്പൊ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ അതിൽ ഡയറക്റ്റ് എക്സ്പെൻഡിച്ചറും ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചറും വരും. ഈ ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ട്രഡീഷണൽ കോസ്റ്റിനും ആക്ടിവിറ്റി കോസ്റ്റിനും ഒരേപോലെയാണ് ചാർജ് ചെയ്യുക. ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ചാർജ് ചെയ്യുന്നതിലാണ് വ്യത്യാസമുള്ളത് ട്രഡീഷണൽ കോസ്റ്റിങ്ങിലും അതുപോലെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിലും. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ഒരുപോലെയാണ് ട്രഡീഷണൽ കോസ്റ്റിലും ആക്ടിവിറ്റി കോസ്റ്റിലും കണക്കാക്കുക. പക്ഷെ ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ചാർജ് ചെയ്യുമ്പോൾ ട്രഡീഷണൽ കോസ്റ്റിലും ആക്ടിവിറ്റി കോസ്റ്റിലും വ്യത്യാസമുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം കേട്ടോ.